അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എ സി വെൻറ്റും അതിൻ്റെ ഡക്റ്റ് ക്ലീനിങ്ങും. അതായത് എ സി ഈ കാണുന്ന വെൻസും 4 വെൻസാണ് വരുന്നത്. ഓക്കെ, ഈ 4 വെൻസ് ക്ലീനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ലൈൻ ക്ലീനിങ്ങുമാണ്. ഓക്കെ, ഫോം ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ എൻ്റെ വണ്ടി 4 വർഷമായി. ഓക്കെ, 4 വർഷത്തിൽ ഞാൻ ഈ ക്ലീനിങ് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം പല സർവീസ് സെൻ്ററിലും ഈ ഒരു സംഭവം മൈനർ സർവീസിന് ചെല്ലുന്ന സമയത്തും മേജർ സർവീസിന് ചെല്ലുന്ന സമയത്തും ചെയ്ത് വിടുന്നുണ്ട്. അത് ചെയ്ത് വിടുന്നത് പലരോടും പറയുന്നത് എ സി ഫിൽട്ടർ ക്ലീനിങ്ങിന് ആ ഒരു എമൗണ്ട് ആയി എന്നുള്ളതാണ്. എ സി ഫിൽട്ടർ ക്ലീനിങ്ങിന് ആ ഒരു എമൗണ്ട് ഇല്ല. ഓക്കെ, അത് ചെയ്യുന്നത് അവരൊരു ഫോം ഡക്റ്റ് ക്ലീനിങ് ആണ് ചെയ്യുന്നത്. 3M പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് 6 മാസം കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ വർഷത്തിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴ സീസണൊക്കെ തുടങ്ങി. അതുപോലെ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ നിന്ന് ഫ്രഷ്നർ ഞാൻ എടുത്ത് മാറ്റി. അപ്പം എനിക്ക് ബ്രീത്തിങ് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രഷ്നർ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട്. അപ്പം എ സി ഇട്ട് കുറേ ദൂരം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ചെളിയുടെ സ്മെല്ല് ആ ഒരു ഫീല് കിട്ടുന്നു എനിക്ക് മൂക്കിൽ. അപ്പോൾ വണ്ടിക്കകത്ത് കയറുന്ന പല ആൾക്കാരും അതൊരു ഇറിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ മാക്സിമം ഇൻറ്റീരിയർ ഫുൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ ഫ്ലോർ മാറ്റ് എല്ലാം എടുത്ത് മാറ്റി ക്ലീനാക്കി കഴുകിയിട്ട് നോക്കി. എന്നിട്ടും എ സി ഇടുന്ന സമയത്ത് മാത്രമേ ഈ ഒരു സ്മെല്ലുള്ളൂ. അപ്പം പല ആൾക്കാരും പറഞ്ഞു എ സി വെൻറ്റും ഡക്റ്റൊന്ന് ക്ലീനാക്കി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്മെല്ല് വരുന്നത് എ സി ഇടുന്ന സമയത്ത് മാത്രമാണ്. ഓക്കെ, അല്ലാതെ വേറെ സ്മെല്ലൊന്നും വണ്ടിക്കകത്തില്ല. എ സി ഓഫായി കഴിഞ്ഞാൽ ആ സ്മെല്ല് കുറച്ച് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. അപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കൊറോണയും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ വണ്ടിക്കകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് ഈ എയർ എന്തായാലും സർക്കുലേറ്റ് ചെയ്യും. ഓക്കെ, വണ്ടിയുടെ അകത്ത് നിന്ന് എയർ എടുത്താണ് എപ്പോഴും എ സി വഴി വരുന്നത്. റീസർക്കുലേഷൻ മോഡാണ്. റീസർക്കുലേഷൻ മോഡ് ഓഫായി കഴിഞ്ഞാൽ ഔട്ട് സൈഡിൽ നിന്ന് എടുക്കാം. അപ്പോൾ റീസർക്കുലേഷൻ മോഡ് എന്തൊക്കെയാണെന്നുള്ളത് എ സി യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി വാങ്ങിച്ചപ്പോൾ കൂടെ കിട്ടിയ ഓണേഴ്സ് മെയിലിൽ ബുക്ക് കാണും. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിലേക്ക് വരാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന പ്രൊഡക്റ്റ് കങ്കാരു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എ സി വെൻ്റ് ആൻഡ് ഡക്റ്റ് ക്ലീനറാണ്. ഓക്കെ, പല ബ്രാൻഡ് വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഇച്ചിരി ഓഫർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഇതാണ്. 3M ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ MRP വരുന്നത് ഇത്രയും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. 400 ml 575 രൂപയാണ്. എനിക്ക് തോന്നുന്നു 300-340 എന്തുകൊണ്ട് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തത്. അപ്പം എൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ ഇത് എല്ലാ വർഷവും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ 4ാമത്തെ വർഷമാണ് ഞാൻ ചെയ്യുന്നത്. അതും എനിക്ക് ഈ ഒരു സ്മെൽ ഇറിറ്റേഷൻ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഫിൽറ്ററുകളാക്കി മാറ്റി ക്ലീനാക്കി നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കൂളിംഗ് കോയിലിൽ ചെറിയൊരു ചെളി കണക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. 4 വർഷമായ വണ്ടിയല്ല. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂളിംഗ് കോയിലെ കളക്കി ഒന്ന് ക്ലീൻ ആക്കേണ്ടി വരും. അതിന് ഡാഷ്ബോർഡൊക്കെ ഇളക്കണം. അപ്പോൾ അത് എനിക്കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എന്തായാലും വരുന്ന വർഷങ്ങളിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പം അന്നൊരു വീഡിയോ കൂളിംഗ് കോയിൽ ക്ലീനിങ്ങിൻ്റെ ഇട്ടേക്കാം. അപ്പം നമുക്കിത് ഇന്നത്തെ പണി എ സി വെൻറ്റ് ക്ലീനിങ് അല്ലെങ്കിൽ ഡക്ട് ക്ലീനിങ് ഫോം സ്പ്രേ ആണ്. പല ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ നമ്മുടെ 4 എ സി വെൻറ്റിലും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പം എ സി വെൻറ്റിൻ്റെ ഡക്റ്റിലേക്ക് ഇടാനായിട്ട് ഇതുപോലൊരു ട്യൂബ് തരുന്നുണ്ട്. ഇത് ഈ നോസിലിൽ ഇവിടെ കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അകത്തേക്ക് വെച്ചു ടൈറ്റാക്കി തന്നെ വയ്ക്കുക. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഭാഗം പൊക്കി ഇളക്കണം. അപ്പോൾ അത് ഇവിടെ നിന്ന് ആ ലോക്ക് ഇളക്കിയെടുത്തു. ഇനി ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സാധനം താന്ന് വരും. ഞാനെന്തെങ്കിലും പ്രസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇത് എ സി വെൻറ്റ് ഡക്റ്റിനകത്തോട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ തിയറി പ്രകാരം സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ട്യൂബ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ടാറ്റയുടെ പ്രൊഡക്റ്റാണ്. കുത്തിയൊന്നും പൊട്ടിക്കരുത്. ഇതൊക്കെ ചിലപ്പോൾ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഫുൾ സെറ്റോടെ മാറ്റേണ്ടി വരും. ഓക്കെ, ഇൻസേർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഓക്കെ ഫുള്ള് പോയോ എന്ന് അകത്തോട്ട് പോയോ എന്ന്, കാരണം ഈ ട്യൂബ് ലെങ്ത്ത് മൊത്തം അകത്തോട്ട് പോയെന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെളിയിലോട്ട് ഇങ്ങനെ വലിക്കുക. ഓക്കെ, കണ്ടോ ആ ഒരു ലെവലിൽ ആയി. കണ്ടോ ഇതുവഴി ഫോം ഇങ്ങനെ വരും. ഓക്കെ, ഇനിയൊരു ഈ ചെറിയ ചെറിയ ഭാഗങ്ങളിലോട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ഓക്കെ, അടിച്ച് ഉടനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് സ്പ്രെഡ് ആവും. ഇനി ഇതൊരു 10 മിനിറ്റാണ്, 10 മിനിറ്റ് വെച്ചേക്കണമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ എന്തായാലും ഒരു 20 മിനിറ്റ് എന്തെങ്കിലും ടെസ്റ്റിന് വെച്ചേക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി 3 AC വെൻറ്റിലും ചെയ്യാം. 4 AC വെൻ്റാണുള്ളത്, ബാക്കി 3ലും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഫോഗ് മാറേണ്ട ഇടുന്ന ഈ ഭാഗത്തും ചെയ്യാം. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഈ വെൻറ്റിൽ ചെയ്യാം. ഓക്കെ, നേരത്തെ പോലെ അകത്തേക്ക് ഇടുന്നു. അകത്തേക്ക് വെച്ചതിന് ശേഷം അകത്തേക്ക് ഇട്ടതിന് ശേഷം സേവ് ചെയ്യുന്നു, അടിച്ച് വെളിയിലേക്ക് എടുക്കുന്നു. ഓക്കെ, ഇതിലെ അടിച്ചപ്പോൾ കിട്ടിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിവിടെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ലൈൻ ഇതുവരെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഈ ഭാഗത്തും വന്നു. നോർമലി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ ഡക്റ്റ് ഏരിയാസിലും അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാം കണക്ഷൻ ബന്ധം ഉണ്ടായിരിക്കും. അപ്പം അവിടെയൊക്കെ അഴുക്കുകൾ കാണും. അപ്പം 4 വർഷമായ വണ്ടിയില്ലേ, നമുക്ക് എന്തായാലും എല്ലാ ഭാഗത്തും ചെയ്ത് കളയാം. അപ്പം നോർമലി നമുക്കിപ്പോൾ ഈ മൂന്നും അതുപോലെ തന്നെ അപ്പറെ ഫോഗ് വരുന്ന ഭാഗത്തും ചെയ്യാം. താഴ്ഭാഗമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ചെയ്യണോ വേണ്ട നമുക്ക് നോക്കാം. ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ അതിനകത്ത് കാണിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും. അപ്പം നമുക്കിത് എന്താണ് അത് ഫോഗ് പോകാനായിട്ടിരിക്കും. അപ്പം ചെയ്ത സമയത്ത് തന്നെ ഇവിടെയായിട്ട് ചെറിയ ഇതിനകത്ത് തന്നെ നേരത്തെ അഴുക്കൊക്കെ എന്താണ് ഫോമിൻ്റെ കൂടെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെൻറ്റ് കൂടി ഇത് കണക്ക് ഫോം അടിച്ച് ക്ലീൻ ആക്കാം. അപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ലൈൻ കുത്തിക്കയറ്റുന്ന സമയത്ത് ഇതിനകത്തുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഒടിയാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ തട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബാക്കിലോട്ടാക്കിയിട്ട് നമുക്ക് നേരെ അകത്തേക്ക് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പം അകത്തോട്ട് ഉള്ളിലേക്ക് ഇറങ്ങി വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ഇതിലേക്ക് വലിച്ചെടുക്കാം. ഓക്കെ, ഫോം ആയിട്ടുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഭാഗത്തേക്ക് അകത്തേക്ക് ഇട്ടു. നമുക്കത് എവിടെ തട്ടുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അത് ലൈൻ വളഞ്ഞൊക്കെയല്ലേ പോയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാവാം. അപ്പം അതൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഉപകാരം. അപ്പോൾ നമുക്ക് വീണ്ടും ഒറ്റയിലോട്ട് അടിച്ച് ജസ്റ്റ് വെച്ച് നോക്കാം. എന്തോ പുകയൊക്കെ വരുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഞാനെപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് കുട്ടിക്കെത്തുന്ന സമയത്ത് ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും ഇളവാതെ വേണം ചെയ്യാനായിട്ട്. കാരണം ഇത് സോഫ്റ്റ് പ്ലാസ്റ്റിക്കാണ്. സോഫ്റ്റ് പ്ലാസ്റ്റിക് എന്നല്ല, ഹാർഡാണ്. സോഫ്റ്റ് പ്ലാസ്റ്റിക് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പിടിത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ നോബൊക്കെ ഇളകി പൊട്ടിങ്ങി വരും, ഇതൊക്കെ ഇളകി വരും. പല ആൾക്കാർക്കും അനുഭവം ഉണ്ടായിരിക്കും ഇളകിയിരിക്കുന്നത്. ഓക്കെ, ഒന്ന് അതിനകത്തേക്ക് വെച്ചു. ഓക്കെ, സ്പ്രേ ചെയ്തു ഇതിലേക്ക് വലിച്ചു. ഓക്കെ, ഓക്കെ, കാരണം ഇത് ഇതിനകത്ത് കണ്ടോ, ഇതുവഴിയാണ് സ്പ്രെഡ്. സ്ട്രെയിറ്റ് അല്ല പോകുന്നത്, സൈഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വെളിയിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ മൊത്തം സ്പ്രെഡ് ഇവിടെ വീഴും. ഓക്കെ, നമുക്ക് ഈ ഫോഗ് എന്ന അകത്തേക്ക് ഉള്ളിലോട്ട് കയറ്റിയിടാം. ഓക്കെ, എനിക്ക് തോന്നുന്നു മുകളിൽ AC വെന്റിന് അവിടെയും ഡീ ഫോഗിന് അവിടെ വരുമെന്ന് വിശ്വസിക്കുന്നു. അയ്യോ, അടിച്ചത് കൂടിപ്പോയി, വെളിയിലേക്ക് വന്നു. ഒരബദ്ധം കിട്ടി. കുഴപ്പമില്ല. കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, കൊള്ളാമല്ലേ. നമുക്ക് ഇവിടെയൊക്കെ തേച്ചൊക്കെ വയ്ക്കാം, എന്താവും അറിയത്തില്ല. ഹാർഡ് ഫീലിംഗ് ആണ് കേട്ടോ സംഭവം. ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് നല്ല നോർമൽ ഫോം കണക്കല്ല, കട്ടിയാ സാധനം. അപ്പോൾ ഇത് ഞാൻ ആദ്യം അടിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ ഫോം വർക്കാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇത് അടിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇത് ഫുള്ളായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇട്ടേക്കേണ്ടി വരും കേട്ടോ. ഈ ഭാഗങ്ങളിലൊക്കെ അത് കണക്ക് തന്നെയുണ്ട്. ഓക്കെ, നേരത്തെ അവിടെ അടിച്ച സമയത്ത് ഇതുവഴിയൊക്കെ ചാടി വന്നു. ഗ്ലാസ്സിലായിട്ടുണ്ട്. അതിനൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് തുറച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അകത്തേക്ക് കയറ്റി വിടാം. എവിടേക്കാ തട്ടുന്നുണ്ട്. ഓക്കെ, വെച്ചു.
അടിച്ചു, പൊട്ടലും ചീറ്റിലൊക്കെ ആയിട്ടുണ്ട്. ഒരു വെടിയും പുകയൊക്കെ വരുന്നുണ്ട്, എനിക്കറിഞ്ഞുകൂടാ, നോക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ. പക്ഷേ ഈ സ്മെല്ല് ശ്വസിച്ചിട്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം ചില എയർ ഫ്രഷനൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് ചുമയും കാര്യങ്ങളൊക്കെ വരും, ബ്രീത്തിങ് കിട്ടുന്നൊരു പ്രശ്നമായിട്ടൊക്കെ വരും. കാരണം ഞാൻ ആദ്യം മാസ്ക് വെച്ചാണ് അപ്ലൈ ചെയ്തത്. അപ്പം മാസ്ക് മാറ്റിയിട്ട് നോക്കി എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത്. ചുമയോ കാര്യങ്ങളോ ഒന്നുമില്ല, കൊള്ളാം, നല്ലൊരു മണം ഉണ്ട്. ഓക്കെ, ഞാൻ ഡ്രൈവർ സൈഡും കൂടെ അടിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഡ്രൈവർ സൈഡ് അടിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും കോ ഡ്രൈവർ സൈഡ് അടിച്ചത് ഇപ്പുറത്തൂടെ ആയിട്ടുണ്ട്. കാരണം അതൊക്കെയാണെന്ന് ചിലപ്പോൾ പൊട്ടലും ചില്ലൊക്കെ വന്നത്. അപ്പം എന്തോ കണക്ഷനൊക്കെ ദൂരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പം ഇവിടെ ഇനിയിപ്പം നമുക്ക് അടിക്കണോ വേണ്ട, കാരണം അത് ഫുള്ളായിട്ടുണ്ട്. ഇനി വിൻഷീൽഡിലേക്ക് ഡീഫോഗ് ചെയ്യുന്ന എയർ വെൻറ്റിലോട്ടും നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് മാറ്റിയിട്ട് സ്പ്രേ ചെയ്ത് പോകണം. ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ മുകളിലുള്ള എയർ വെൻറ്റിലും ഫോം ഫുൾ അടിച്ചിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കുക. ഓക്കെ, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് തന്നെ ചെയ്യണം. വണ്ടി സ്റ്റാർട്ടാക്കാതെ ബ്ലോവർ ഫാൻ ഓൺ ആക്കരുത്. ഓക്കെ, ബാറ്ററി പഴയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡൗൺ ആവാം, പുതിയ ബാറ്ററി ആണെങ്കിലും ചാർജ് ഇറങ്ങാം. അപ്പം വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തുക. വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയിട്ടുണ്ട്. RPM കാണിക്കുന്നുണ്ട്, കോഡ് സ്റ്റാർട്ടാണ്. അതാണ് ആ ഒരു ബ്ലൂ വാണിംഗ് കാണിക്കുന്നത്. എൻ്റേത് XT ആണ്. എനിക്ക് തോന്നുന്നു പുതിയ മോഡലൊന്നും ആ ഒരു സംഭവം കാണിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോഴും ചെറിയ രീതിയിൽ കുമിളകളുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് കേട്ടോ, ഇതിലോട്ട് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ചെറിയ മാറ്റം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് ഫാന് AC ഓണാക്കി ഫാന് ഓൺ സ്പീഡിലിട്ടപ്പോഴത്തേക്കും കൊള്ളാലോ കളി. ഇപ്പോൾ ഫാൻ സ്പീഡ് നേരെ 4 ഇട്ടു. അപ്പോൾ നല്ലതുപോലെ തന്നെ ഫോമിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഈ ചെറിയ പൊടിയും അഴുക്കൊക്കെ ഫോമിൽ പറ്റി വെളിയിൽ വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ കൺസോളിൽ വരുമ്പോഴത്തേക്കും ഹർമണിലേക്ക് ആ ഫോം ആവാതെ നോക്കണം. ആയിക്കഴിഞ്ഞാൽ ഫോം കുറച്ച് കഴിയുമ്പോൾ ലിക്വിഡ് ടൈപ്പ് ആവും. ആ ഹർമണിൻ്റെ സ്വിച്ചസിൻ്റെ ഇടയിലോട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അദ്ദേഹം നല്ലതുപോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട്. ആ ഫോമിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ട്, വണ്ടിക്ക് മൊത്തം സ്പ്രെഡാവും. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ തുറച്ചെടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഫാൻ സ്പീഡ് ഫുള്ളിട്ടേക്കുവാണ്. ഓക്കെ, എന്തായാലും അതിനകത്ത് നല്ലപോലെ എന്തൊക്കെ വരുന്നുണ്ട്, മീൻസ് ഫോം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോമിൽ ചെറിയ പൊടി, അതുപോലെ തന്നെ അതിൽ അടങ്ങിയിരുന്ന എന്തോ അഴുക്ക് കാരണം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് താഴെ കാണിച്ചു തരാൻ പാടാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഇത് ചെയ്യേണ്ട രീതി. ഓക്കെ, അപ്പം എനിവേ താങ്ക്സ് ടു മൈ ഫ്രണ്ട് രാഹുൽ, അവനാണ് ഇത് പറഞ്ഞു തന്നത്. ഇന്നത്തെ ഒരു വീഡിയോ പറ്റുമെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കുക. ഇച്ചിരി പണികളുണ്ട്, ഇച്ചിരി ടൈം എടുത്ത് ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ, സൈനിങ് ഓഫ് ആകർഷ് അശോക്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതൊക്കെ തുടച്ച് തീർന്നതിന് ശേഷം വരാം.